കാലാവധി തീർന്ന വിസകളുള്ള താമസക്കാർക്ക് രാജ്യത്തേക്ക് മടങ്ങിയെത്താൻ അനുവദിച്ചിരുന്ന പ്രത്യേക സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്ത്യക്കാർ അടക്കമുള്ള വലിയൊരു വിഭാഗം പ്രവാസികളാണ് അപ്രതീക്ഷിത യുദ്ധത്തിൽ വലഞ്ഞത്. വിസ പുതുക്കൽ നടപടികൾ പൂർത്തിയാക്കാമെന്ന് കരുതിയവർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്. കാലാവധി തീർന്ന വിസകളുള്ള താമസക്കാർക്ക് രാജ്യത്തേക്ക് മടങ്ങിയെത്താൻ അനുവദിച്ചിരുന്ന പ്രത്യേക സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ തുടരുന്ന സാഹചര്യത്തിലായിരുന്നു നേരത്തെ മാർച്ച് 31 വരെയുള്ള സമയപരിധി അനുവദിച്ചു നൽകിയിരുന്നത്. നിലവിൽ തീയതി നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തന്നെയാണ് ICP അറിയിച്ചത്. പ്രാദേശിക തടസ്സങ്ങളും വ്യോമാതിർത്തി അടച്ചതുമൊക്കെ കാരണം യാത്രാ സൗകര്യം നിലച്ചതിനെ തുടർന്ന് താമസാനുമതി രേഖകൾക്ക് കാലാവധി കഴിഞ്ഞ ശേഷം വിദേശത്ത് കുടുങ്ങിയവർക്ക് UAE മടങ്ങിയെത്താൻ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ പദ്ധതിയുടെ ആരംഭം. എന്നാൽ ഈ പദ്ധതി പ്രകാരം യോഗ്യരായ താമസക്കാർക്ക് പുതിയ എൻട്രി വിസ ഇല്ലാതെ തന്നെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുമതിയും ഉണ്ടായിരുന്നു. ഫെബ്രുവരി 28 യാത്രാ തടസ്സങ്ങൾ വർദ്ധിച്ച ശേഷം UAE പുറത്തായിരിക്കുമ്പോൾ താമസാനുമതിക്ക് കാലാവധി കഴിഞ്ഞവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിച്ചിരുന്നത്. ഇത് ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു തീരുമാനവുമായിരുന്നു. അസാധാരണ സാഹചര്യങ്ങളിൽ UAE സ്വീകരിക്കുന്ന മനുഷ്യത്വപരമായ സമീപനത്തിന്റെ ഭാഗമായി ബുദ്ധിമുട്ടിലായ താമസക്കാരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും അവരുടെ മടങ്ങിവരവ് സുഗമമാക്കാനുമായാണ് ഈ താൽക്കാലിക ക്രമീകരണം ലക്ഷ്യമിട്ടതെന്നാണ് അധികൃതർ പറയുന്നത്. നിലവിൽ സമയപരിധിക്ക് മുമ്പ് മടങ്ങിയെത്താൻ യോഗ്യരായ താമസക്കാരോട് ICP അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആനുകൂല്യം അവസാനിച്ചാൽ പുതിയ എൻട്രി വിസ നേടാനുള്ള വ്യവസ്ഥയുൾപ്പെടെ സാധാരണ പ്രവേശന നടപടിക്രമങ്ങൾ തന്നെ പുനരാരംഭിക്കും. ഇതിന് ചിലവ് ഏറുമെന്ന് മാത്രമല്ല, നടപടിക്രമങ്ങൾ അല്പം കൂടി സങ്കീർണവുമായിരിക്കും. അത് ഒഴിവാക്കാനായാണ് മാർച്ച് 31 മുമ്പ് തന്നെ രാജ്യത്തേക്ക് മടങ്ങിയെത്താൻ താമസക്കാരോട് UAE ഭരണകൂടം അറിയിച്ചിരുന്നത്. ഇന്ത്യക്കാർ അടക്കമുള്ള വലിയൊരു വിഭാഗം പ്രവാസികളാണ് അപ്രതീക്ഷിതമായി യുദ്ധത്തിൽ വലഞ്ഞതും. പലരും നാട്ടിൽ ഉൾപ്പെടെ കുടുങ്ങിപ്പോയിരുന്നു. വിസ കാലാവധിക്ക് മുമ്പ് UAE തിരിച്ചെത്തി പുതുക്കൽ നടപടികൾ പൂർത്തിയാക്കാമെന്ന് കരുതിയവർക്ക് ഇരുട്ടടി നൽകിക്കൊണ്ടാണ് ഇറാൻ US ഇസ്രയേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതും. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.